വിശ്വാസം, പ്രാർത്ഥന നമുക്ക് വേണമെങ്കിൽ മുറിയുടെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. പക്ഷേ വിശ്വാസം അങ്ങനെയല്ല. വിശ്വാസത്തിന് 10 മനുഷ്യരുടെ സാന്നിധ്യം ഉണ്ടാകണം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. ശ്രദ്ധിക്കട്ടെ, നിനക്ക് ത്രില്ലടിക്കണം വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള. മനസ്സിലായില്ലേ? അത് നമ്മുടെ ആസ്തി ഭദ്രതയായിട്ട് മാറും. ഇപ്പം ഞാൻ തന്നെ നേരത്തെ കല്ലുപ്പറമ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ വിശ്വാസം എപ്പോഴും കത്തണത്, നല്ലവണ്ണം കത്തണത് സമൂഹത്തിലാണ് കത്തണത്. ശരിക്കും വീട്ടിൽ ഇരുന്ന് ഒറ്റയ്ക്ക് രഹസ്യമായിട്ട് വിശ്വസിച്ചതുകൊണ്ട് കാര്യമില്ല. വിശ്വസിക്കണത് കർത്താവ് പറഞ്ഞു. ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്. മത്തായി 10:32. മത്തായി 10:32 എന്താണ്? മനുഷ്യരുടെ മുമ്പിൽ, പറഞ്ഞേ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിലാണ് ഏറ്റുപറയാൻ ഏറ്റവും പാട്. കയറിപ്പറ്റാൻ പാടായത്, അവിടെ കയറിപ്പറ്റാൻ പാടായത് കൊണ്ടാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ശിഷ്ടന് കുറേ ആൾക്കാരെ ദൈവം ഇങ്ങനെ വിളിക്കുമ്പോഴും അതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ ദൈവം തള്ളിക്കളയും. അനന്തരം രാജാവ് തൻ്റെ ഇടതുവശത്തുള്ളവരോട് എനിക്ക് വിശന്നു, നിങ്ങൾക്ക് ഭക്ഷണം തന്നില്ല. ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 25:41. അനന്തരം അവൻ തന്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും. വലതും ഇടതും നോക്കിയിട്ട് മാത്രമേ, ഭൂമി മാത്രമല്ല, വലതും ഇടതും നോക്കണം. മുകളിലുണ്ടും വലതും ഇടതും നോക്കുക. വലതും ഇടതും നോക്കിയിട്ട് മാത്രമേ പിതാവിൻ്റെ അടുത്ത് പോകാൻ പറ്റുക എന്ന് പറയണത്. അരക്കൈന്നൂൻ്റെ പിശകുണ്ട്. ആ ഇടത് വശത്ത് നിൽക്കുന്ന കക്ഷിയോട് എന്തൊക്കെയാ പറഞ്ഞു നോക്കിയേ? ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. പിശാചിന് മുമ്പിലേക്ക് പോകുന്ന ആൾക്കാർ അവിടെ നിന്ന് മാറ്റും. എന്താ കാര്യം പറയുന്നുണ്ട്. എന്തെന്നാൽ എനിക്ക് വിശന്നു. പറഞ്ഞേ, എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലും ആയിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. രോഗികളെ സന്ദർശിക്കുക, ജയിലിൽ സന്ദർശിക്കുക, ഭക്ഷണമില്ലാത്ത ഭക്ഷണം കൊടുക്കുക, വസ്തുവില്ലാത്ത ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുക. വസ്ത്രം ഭക്ഷണം തന്നെ വേണമെന്ന് ഇപ്പം ഇല്ല. കേരളത്തിലാകുമ്പോൾ മിക്കവർക്കും തന്നെ വസ്ത്രവും ഭക്ഷണമൊക്കെ ഉണ്ട്. പക്ഷേ ഇല്ലായ്മ ഉള്ളവരുണ്ട്, പല വിഷയങ്ങൾക്ക് ഇല്ലായ്മ ഉള്ളവരുണ്ട്, വഴിയില്ലാത്തവരുണ്ട്, വെള്ളമില്ലാത്തവരുണ്ട്. അപ്പോൾ വെള്ളമില്ലാത്തവരും വഴിയില്ലാത്തവർക്കും വഴി ചോദിക്കുമ്പോൾ ഞങ്ങൾ വഴി കൊടുക്കാറൊന്നും ബൈബിളെ പറഞ്ഞിട്ടില്ല. വിശക്കണമെങ്കിൽ ഭക്ഷണം കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളതെന്ന് പറയും. അപ്പം മോശമില്ലേ? വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കുറച്ച് കൊടുത്താൽ മതിയല്ലേ? വഴി കൊടുക്കുമ്പോൾ പൊള്ളും കയ്യേ. അപ്പോൾ എന്ന് വെച്ചാൽ ഇല്ലായ്മക്കാരനെ, നിന്നോട് ആവശ്യപ്പെടുന്ന ആൾക്കാരെ അവരുടെ ആവശ്യമനുസരിച്ചുകൊണ്ട് സഹായിക്കണമെന്നുള്ളതിൻ്റെ അർത്ഥം മൊത്തം അതാണ് സംഭവം. ഉടമ്പടി ഈ യാത്ര പിതാവിൻ്റെ പക്കലേക്കുള്ള യാത്രയാണ് ഉടമ്പടി. അതുകൊണ്ടാണ് തെസി ചേച്ചി പറഞ്ഞത്, കർത്താവിൻ്റെ 2ാമത്തെ വരവിനായി ഒരുക്കുന്ന പുണ്യഭൂമിയിലേക്ക് വരാൻ കഴിഞ്ഞതിൽ നന്ദി പറയും. ശരിയാണത്. എന്താ കാര്യം അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഈ പിതാവിൻ്റെ പക്കലേക്കുള്ള വഴിയിൽ കർത്താവ് പറയുന്നുണ്ട് അവിടെ. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് പറയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. അപ്പോൾ ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിതാവിൻ്റെ പക്കലേക്കുള്ള യാത്രയിൽ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ പട്ടികയിലേക്ക് വരാൻ വേണ്ടി എന്താ ചെയ്യണം? നമ്മൾ ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? പറഞ്ഞേ. എന്തെന്നാൽ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എൻ്റെ പൊന്നുമക്കളെ, ഈ സംഭവങ്ങളെല്ലാം പരസ്യമായിട്ട് ചെയ്യണതാണ്. മനസ്സിലായല്ലോ? രഹസ്യമല്ല. പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾക്ക് രഹസ്യമായിട്ട് മുറിയുന്ന പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷേ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് ഈ പരസ്നേഹ പ്രവർത്തികളിലൂടെയാണ്.
പരസ്നേഹ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥാപിക്കണം. ഒന്ന് ഏറ്റു പറഞ്ഞ്, എൻ്റെ പരസ്നേഹ പ്രവൃത്തികളിലൂടെ മനുഷ്യരുടെ മുമ്പിൽ ഞാൻ എൻ്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ്. പരസ്യമായി വിശ്വാസം പ്രഖ്യാപിക്കാൻ എന്നെ പരസ്നേഹ പ്രവൃത്തികളിലെ വിശേഷവിധിയായി അഭിഷേകം ചെയ്യണം. വിശ്വാസം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ 10 മനുഷ്യരെ കണ്ട ഉടനെ ക്രിസ്തുവിനെ കൈമാറണമെന്നുള്ള ജ്വരം വേണം. 10 മനുഷ്യരെ കണ്ട അപ്പം തന്നെ വിശ്വാസം കൈമാറണം, കർത്താവിനെക്കുറിച്ച് പറയണം. മനുഷ്യൻ എന്താ കാര്യം? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയണം. അതിലൊക്കെ വിശ്വാസം എന്ന് പറഞ്ഞ ഇവിടുത്തെ പ്രൈവറ്റ് വിഷയമാണ്. ഇവിടുത്തെ എല്ലാവിധ എത്തേയിസ്റ്റുകളും അതുപോലെ തന്നെ സെക്കുലറിസ്റ്റുകൾ എന്താ പറയണത്? വിശ്വാസം പ്രൈവറ്റാണ്, അതൊക്കെ ഓരോരുത്തരും മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്. അല്ല, ബൈബിൾ അതല്ല പറയണത്. അത് ലോകത്തിൻ്റെ വിശ്വാസം. സത്യവിശ്വാസം എന്ന് പറയണത് മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയാനുള്ളതാണ്. അല്ല, നിനക്ക് അതിൻ്റെ അകത്ത് ദൈവത്തിന് ഏറ്റു പറയാത്തിടത്തോളം കാലം നീ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ ദൈവം അത് അംഗീകരിക്കത്തില്ല. അതാണ് വിഷയം. അപ്പോൾ എപ്പോഴും നമ്മൾ ഇപ്പോൾ ത്രേസ്യക്കുട്ടി എന്താ ചെയ്യണത്? അതുപോലെ തന്നെ ഓരോ അവിടെ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ അവർ പറയുവേ, ഞാൻ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ ചില പള്ളികളിലൊക്കെ കൃപാസനം പത്രം ഏതെങ്കിലും മൂലക്ക് വെച്ചിരിക്കണ കാണാം. കണ്ട, അവിടെ ആ 1 താലന്തുള്ള കിട്ടിയ ആൾക്കാരുണ്ടേ, പള്ളിക്കൊണ്ട വെക്കുന്ന പാർട്ടി അതാണ്. പഴം അടി വെച്ചതിനും വരും, മറച്ചു വെക്കും. അതാണ് ഇവിടെ 1 താലന്ത് കിട്ടിയ ആൾക്കാർ. മടിയനും തുട്ടനുമാണ്. ഈ ഉടമ്പടി എടുത്തതിൽ മടിയനും തുട്ടനുമാണ് പത്രം കൊണ്ട് പള്ളിവാതിക്ക് വെച്ചും പോകുന്ന ആൾക്കാർ. ത്രേസ്യക്കുട്ടി എന്താ ചെയ്യണത്? അത്തരം പത്രങ്ങളെല്ലാം വീണ്ടും കളക്ട് ചെയ്തിട്ട് അവർ വീടാന്തോറും കൊണ്ടു നടന്ന് കൊടുക്കും. അതാണ് സുവിശേഷ വരെ. എന്താണ് അത്? മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയിപ്പിക്കുകയാണ്. ഞാൻ വെഞ്ചരിച്ച വള്ളം ഒടിഞ്ഞുപോയി. നിങ്ങളൊന്ന് ചിന്തിച്ചേക്കുക. വള്ളം കല്ലുപറമ്പൻ ഈ UBC ബോട്ട് ക്ലബ്ബില്ലേ, ചമ്പക്കുളം, അവരെന്നെ വിളിച്ചുകൊണ്ട് പോയി അവിടെ വള്ളം വെഞ്ചരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഓടി വള്ളത്തിന് അവിടെ നാളെ ശനിയാഴ്ച കളിയെങ്കിൽ വെള്ളിയാഴ്ച പോയി വെള്ളം വെഞ്ചരിച്ച് 144 കാശ് രൂപ ഞാൻ എല്ലാവർക്കും തുഴക്കാർക്കെല്ലാം കൊടുത്തു, മാതാവിൻ്റെ കാശ് രൂപ. രാത്രി അവരെന്നെ വിളിച്ചു, അച്ഛാ ചതിച്ചച്ചാ എന്ന് പറഞ്ഞു. എന്താ ചതിച്ചെന്ന് പറഞ്ഞു? വള്ളം ഒടിഞ്ഞു പോയെന്ന്. അപ്പം ഞാൻ അന്ന് കൊച്ചച്ഛനാണ്. എനിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം. ഞാൻ പള്ളിത്തോട്ടി ഇരിക്കുകയാണ്. ഇവർ ഞാൻ ആലപ്പുഴ അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. രാത്രി ആയപ്പോൾ വള്ളം ഇങ്ങനെ കുത്തി, സ്നേക്ക് ബോട്ടല്ലേ, വെള്ളത്തിലോട്ട് 110 അൻപ് ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ വെള്ളം ചാടും. വെള്ളം ചാടി വെള്ളം ചാടുമ്പോൾ പടയേന്ന് ഒടിഞ്ഞു പോയി. ഒടിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചാൽ ഇനി എന്ത് ചെയ്യും? അപ്പോൾ എനിക്കും സങ്കടമായി. എൻ്റെ പൗരോഹിത്യത്തിന് ഏറ്റ അടിയാണ്. കാര്യം വെച്ചാൽ എല്ലാ അക്രൈസ്തവരും എൻ്റെ അടുക്കുന്നത് ഇങ്ങനെയാണ് കാശുര്യം വാങ്ങിച്ചത്. ക്രൈസ്തവർ അതിനകത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അക്രൈസ്തവരായിരുന്നു കൂടുതൽ. അവരെല്ലാം ഇങ്ങനെ ആദരവോടെ മേടിച്ച്. എൻ്റെ സങ്കടം മുഴുവൻ വള്ളം ഒടിഞ്ഞതല്ല എൻ്റെ സങ്കടം, ഈ പാവത്തിങ്ങളുടെ മുമ്പിൽ ഞാൻ കർത്താവിന് നാണം കെടുത്തിയല്ല എന്നാണ്. എനിക്ക് കണ്ണ് നിറഞ്ഞു പോയിൻ്റെ. അപ്പം അവരുടെ മുമ്പിൽ കർത്താവിൻ്റെ ഞാൻ വെഞ്ചരിച്ചപ്പോൾ അത് ഒടിഞ്ഞു പോയല്ല വട്ടം വെച്ച്. അപ്പോൾ ഞാൻ ബേബിച്ചൻ ഇപ്പോഴും കൃപാസനത്തിലുണ്ട്. ബേബിച്ചനാണ് എന്നെ വിളിച്ചത് തത്തമ്പള്ളിയിലാണ്. അപ്പോൾ ബേബിച്ചനോട് ഞാൻ ബേബിച്ചാ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ബേബിച്ചൻ പറഞ്ഞ് കളക്ടറിൻ്റെ 3 ലക്ഷം രൂപ നമുക്ക് കിട്ടേണ്ടതാണ്. നമുക്ക് നാളെ കളിക്കാൻ വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ പേര് വിളിക്കുമ്പോൾ അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ കാശും പോകും. ഇത്രയും നാൾ റിഹേഴ്സൽ ചെയ്ത കാശ് മൊത്തം പോകും. പിന്നെ ഇത് മുട്ട വരെ കൊടുത്തിട്ടിരിക്കണ്ട വെള്ളം ഒഴുകാൻ വേണ്ടി, അതെല്ലാം പോയി. പിന്നെ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ റിബേറ്റ് വെക്കാൻ പോയിടന്ന്. അതായത് ഒരു തെങ്ങ് വെട്ടി പൊളന്നിട്ട് അറുത്തിട്ട് ഈ 2 വള്ളം കൂടി അടുപ്പിച്ച് വെച്ചിട്ട് 2 മുറിഞ്ഞ പൊട്ട് വീണ 2 കഷ്ണം കൂടി വെപ്പിച്ചിട്ട് അകത്ത് റിബേറ്റ് വെക്കുക, അകത്തും പുറത്ത് എന്നിട്ട് റിബേറ്റ് ഇട്ട് മുറുക്കും. അപ്പോൾ എന്ത് പറ്റും? 400 കിലോ കൂടി കൂടും എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ 400 കിലോ കൂടുന്നതിന് മുമ്പ് തന്നെ 16 അടി കാരിച്ചാലിനേക്കാൾ താഴെയാണ് ഇവൻ നിൽക്കണത്. അന്ന് കാരിച്ചാൽ പേര് കേട്ട വള്ളമാണ്. അപ്പം റിഹേഴ്സൽ തന്നെ എന്നിട്ടാണ് വെഞ്ചരിക്കുമ്പോഴാണ് ഇത് ഒടിഞ്ഞു പോണത്. അപ്പോൾ ഒടിഞ്ഞു പോകുമ്പോൾ എന്നിട്ട് തളർന്ന സ്വരത്തിൽ, സങ്കട സ്വരത്തിൽ, അച്ഛൻ കളി കാണാൻ വരുന്നുണ്ടോയെന്ന് ചോദിച്ചു.
ഞാൻ ഒടിഞ്ഞ വള്ളത്തിൻ്റെ കളി എന്ത് കാണാനാണ് എനിക്ക്? പക്ഷേ എന്നിട്ട് ഞാൻ പോയി അന്ന് ഭക്ഷണം പോലും ഞാൻ കഴിച്ചില്ല. കാര്യം എനിക്ക് ഗ്യാസ് ഇങ്ങനെ മേലോടെ നിൽക്കുകയാണ്. സങ്കടമല്ലേ, ഈ ആൾക്കാരുടെ മുഖത്തിലങ്ങനെ നോക്കും. എന്നിട്ട് ഞാൻ പോയി അവിടെ ഐക്യ മാത്യു എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ വന്ന് എന്നെ പിക്കപ്പ് ചെയ്ത് സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോയി ഫ്രണ്ടിൽ കൊണ്ടുപോയിരുത്തി, ഫിനിഷിംഗ് പോയിന്റിൽ കൊണ്ടുപോയിരുത്തി. അപ്പോൾ ഞാൻ ഫിനിഷിംഗ് പോയിൻ്റ് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ലോഹമിട്ടുണ്ടാകാൻ പോയി നിൽക്കണം. എന്താ കാര്യം? ഞാൻ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു സാന്നിധ്യമാണ് ഞാൻ. ഇവിടെയാണ് വിഷയം. ഇത് വിശ്വാസം പ്രഖ്യാപിക്കാനുള്ളതാണ്, അല്ല വിശ്വാസം ഒളിച്ചു കളിക്കാനുള്ളതല്ല. 3 ലക്ഷം മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ലോഹമിട്ടുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റ് നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ കൊന്ത കൈ പിടിച്ചിട്ടുണ്ട്. എൻ്റെ ജീവചരിത്രത്തിൽ മുഴുവനുണ്ട്, ഫോട്ടോ എല്ലാം. ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിരിക്കുന്ന ആളാണ്. എന്ത് സംഭവിച്ചാലും റെക്കോർഡ് ചെയ്യും. അപ്പം ഞാനവിടെ ഇരിക്കുമ്പോൾ ഈ വള്ളം മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അന്ന് റേഡിയോയാണ്. അപ്പം ഞാനത് കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ശ്വാസം കിട്ടാതെ അവിടെ ഇരിക്കുകയാണ്. ഭയങ്കര ആരവമാണ് സ്റ്റേഡിയത്തിൽ. അവിടെ ഹെലികോപ്റ്റർ വരുന്നു, ആളെ പൊക്കുന്നു, ആളെ താഴെ വീഴുന്നു, നേവിക്കാരുടെ കയ്യാങ്കളികൾ, ഇതൊന്നും എന്നെ ശ്രദ്ധപ്പെടുന്നില്ല. ഞാൻ കൊന്തയും ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഫിനിഷിംഗ് പോയിന്റിൽ. അപ്പോൾ എനിക്കറിയാം. അപ്പോൾ അവിടെ നിന്ന് റേഡിയോയുടെ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ റേഡിയോയുടെ കമൻട്രി വന്നിട്ട് ഒരു 3 മിനിറ്റായിട്ടും ഞാൻ വെഞ്ചരിച്ച വള്ളത്തിൻ്റെ പേര് പറയണില്ല അവർ. അപ്പോൾ ഞാൻ ഓർത്ത് അത് കളിക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചു. അത് കളിക്കില്ലായിരിക്കും, പോയായിരിക്കും, നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ എനിക്ക് തോന്നിയത് ആ സമയത്ത് പേര് അപ്പോൾ എങ്കിലും എനിക്ക് തോന്നി അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയല്ലേ. അപ്പോഴേക്ക് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ മുട്ടേ നിൽക്കാൻ പറഞ്ഞു. അവിടെ ഞാൻ ഇത്രയും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ഫിനിഷിംഗ് പോയിൻ്റ് മുട്ടേ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞാൻ മുട്ടേ നിന്ന് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഉടനെ ചമ്പക്കുളത്തിൻ്റെ പേര് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി കർത്താവ് ലൈനിലായെന്ന്. പിന്നെ ഞാൻ നിന്നില്ല. അതായത് നമ്മളെൻ്റെ മക്കളെ നിങ്ങൾ ഇരുന്ന് ഈ ആട് പ്രസവിക്കണ പോലെ കിടന്നൊക്കെ പ്രാർത്ഥിക്കത്തില്ലേ, അതൊക്കെ എപ്പോഴും ഓർത്തേക്കണം. പ്രാർത്ഥനയുടെ ഓരോ പൊസിഷനുണ്ട്, അതെല്ലാം വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ്. അല്ല പ്രാർത്ഥിച്ചാൽ പോരെ, എവിടെ ഇരുന്നാൽ എന്താ, ഭിത്തിയെ ചാരിയാൽ എന്താണ്, കിടന്നാൽ എന്താണ്, മലന്ന് കിടന്ന് പ്രാർത്ഥിച്ചാൽ എന്താ, അങ്ങനെയല്ല. ഇതിൻ്റെ പൊസിഷൻ എല്ലാം പ്രധാനപ്പെട്ടതാണ്. നീ മുട്ട നിൽക്കുമ്പോൾ അത് 10 മനുഷ്യരവിടെ ഉണ്ടെങ്കിൽ ദൈവം മഹത്വപ്പെടും. ദൈവം മഹത്വപ്പെട്ടാൽ പിന്നെ ദൈവം നിന്നെ ഓൺ ചെയ്യാൻ തുടങ്ങും. ഇതാണ് വിഷയം. നിന്നെ ഓൺ ചെയ്ത് അപ്പോൾ എനിക്ക് മുട്ട എന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ പേര് വന്നപ്പോൾ ഈ ഒപ്പക്കാരിച്ചാലും ഇതുപോലെ തന്നെ കല്ലുപറമ്പനും വേറെ 2-3 വള്ളങ്ങളും നെഹ്റു, അനാരി ചുണ്ടൻ, ഇതെല്ലാം ഇങ്ങനെ ഒപ്പം നിൽക്കുകയാണ്. അപ്പം നമ്മുടെ വള്ളവും അത്ഭുതകരമായിട്ട് ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. പക്ഷെ പുറകിലാണെന്ന് എനിക്ക് അപ്പോൾ അടുത്ത് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നി ഈ കൊന്തമായിട്ട് കൈവിരിച്ച് പിടിക്കണമെന്ന്. ഞാൻ ഉടനെ കൊന്തമായിട്ട് കൈവിരിച്ച് പിടിച്ചത് ജസ്റ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ ഈ ഒടിഞ്ഞ വള്ളത്തിനെ എടുത്ത് പൊക്കി അപ്പുറത്തിട്ട് ഫിനിഷ് ചെയ്ത് ഫസ്റ്റായിട്ട്. അതുകൊണ്ട് തീർന്നില്ല. അപ്പം എനിക്ക് അഭ്യാസം മനസ്സിലായില്ലേ, മനുഷ്യരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റുപറയുകയാണെന്നുണ്ടെങ്കിൽ വിവരം അറിയുമെന്ന്. അത് പന്ത് കളിയാലും ശരി, പള്ളം കളിയാലും ശരി, എന്ത് കളിയാലും ശരി. അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പരീക്ഷയായാലും ശരി, പഠനമായാലും ശരി, നമ്മൾ സത്യസന്ധമാണെന്ന് നോക്കണം ആദ്യം. അല്ലാതെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു വേഷം, പുറത്ത് വരുമ്പോൾ വേറൊരു വേഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രോഡാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിശ്വാസം എന്ന് പറയണത് ഒരു പരസ്യമായ ഏറ്റുപറച്ചിലാണ്. അതിന് കുറച്ച് തുരിക്കട്ടിയും വേണ്ടി വരും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം ക്രിസ്തുവിനെ കൊടുക്കലും കൈമാറലാണ്. അല്ല മുറിയിരുന്നുകൊണ്ട് രഹസ്യമായിട്ട് ഏതെങ്കിലും പുസ്തകം നോക്കി വായിക്കുന്ന പരിപാടിയൊന്നുമല്ല അത് കർത്താവിനെ യേശു കർത്താവാണെന്ന് അക്ഷരം കൊണ്ട് ഏറ്റുപറയുന്ന മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. എന്താണ്? ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്താണ്? എൻ്റെ കർത്താവ് മരിച്ചവനെന്ന് ഉയർത്തെഴുന്നേറ്റവനാണെന്ന്. അതിൻ്റെ ബാഹ്യമായ പ്രകടനമാണ് പ്രാർത്ഥന. അല്ലാത്ത പ്രാർത്ഥനയല്ല. ശ്രുതികട്ടെ, ഇത്രയും ട്രാക്കിൽ എത്ര ഹിറ്റ്സ് ഉണ്ട്. വൈകുന്നേരം 5:30 സംഭവം തീരണത്. അപ്പോഴും ഈ ഒന്നാമത് കിട്ടിയ 4 വള്ളങ്ങൾ അവസാനം ഒരുമിച്ച് മത്സരിക്കും. അപ്പോഴും ഞാൻ ഇതേ പരിപാടി തന്നെ ചെയ്തു. എന്നിട്ട് ആ ഒന്നാമത് മത്സരിച്ച് 4 അതായത് 4 ഒന്നാം സ്ഥാനത്ത് പോകുന്ന 4 വള്ളങ്ങളിൽ
1-ാം സ്ഥാനത്തായിട്ടാണ് അവസാനം കല്ലുപ്പറമ്പ് ഫിനിഷ് ചെയ്യണത്. അതെല്ലാം വിശ്വാസത്തിൻ്റെ ഒരു എന്നൊക്കെ ഓർക്കണം. റിബേറ്റ് വെച്ച വള്ളമാണ്. റിബേറ്റ് വെക്കണ മുമ്പ് തന്നെ അത് ഒറ്റ വള്ളമാണ് ഈ സംഭവം. ഈ തോൽവി എന്ന് പറയുന്ന സംഭവം അതാണ് അതാണ് ഈ കത്തിരിക്കുട്ടി പറയുമ്പോൾ, ഈ ത്രേസ്യക്കുട്ടി പറയുമ്പോൾ എനിക്ക് മനസ്സിലാകും. അമ്മ എൻ്റെ പൊന്നമ്മ തോറ്റമ്മ എന്ന് പറയും നീ വാ നിനക്ക് പ്രാർത്ഥിച്ച് ജയിപ്പിക്കാമെന്ന് പറയും. എല്ലാ പിള്ളേരും വന്ന് ഇവിടെ പറയത്തില്ലേ, അച്ഛാ 5 എഴുതി അച്ഛാ 10 എഴുതിയെന്ന് പറയും. സാറിൽ എഴുതി നമ്മൾ കള്ളോട്ട് അടിക്കും. എന്താ കാര്യം? ഇനി നിന്നെക്കൊണ്ട് പറ്റത്തില്ല, പറ്റിക്കണ ആൾ നിൻ്റെ കൂടെ വരുമെന്ന് എൻ്റെ അർത്ഥം. ഇനി നീ എഴുതിയാൽ ശരിയാകത്തില്ല, നീ അതിനെ വിഷമിക്കണ്ട, ഇതൊക്കെ ശരിയാക്കേണ്ട ഒരാളുണ്ട്. അപ്പോൾ ത്രേസ്യക്കുട്ടിയുടെ മകൻ ജയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവന് കല്യാണപ്രായം കഴിഞ്ഞായിരുന്നു, 10-27 വയസ്സായി. അപ്പോൾ ത്രേസ്യക്കുട്ടി പറഞ്ഞ് അപ്പനാ മരിച്ച കുഞ്ഞുനാളിൽ ഇപ്പോൾ ഇവിടെ ഉത്തരവാദിത്തമാണ് മകനെ കല്യാണം കഴിപ്പിക്കുക. അപ്പോൾ ത്രേസ്യക്കുട്ടി കർത്താവിനോട് പറയും, എൻ്റെ മകന് പെണ്ണ് വേണമല്ല. ഇതാണ് സംഭവം, ഇത് ബന്ധമാണ്, ഇതാണ് ബയോളജിക്കൽ റിലേഷൻ. എൻ്റെ മകന് പെണ്ണ് വേണമല്ല എന്ന് പറയും. അതാരോട് പറയാം? പറയേണ്ട പട്ടി പറയണം. ഈ മകനെ തന്നാളില്ലേ അവരോടല്ലേ ആദ്യം പറയേണ്ടത്, അല്ല നാട്ടുകാരോട് നടന്നാണ് പറയേണ്ടത്. എൻ്റെ മകന് പെണ്ണ് വേണമല്ല എന്ന് പറഞ്ഞാൽ ആരോടാ പറയേണ്ടത്? ആ മകനെ തന്നാളിൻ്റെ അടുത്ത് പറയണം. അപ്പോൾ അമ്മയും മകനും കൂടി ഒരു ബാംഗ്ലൂരിൽ ഒരു കാറ്ററിങ്ങിന് പോകും. കാറ്ററിങ്ങിന് പോകുന്ന സമയത്ത് അതൊരു ഈ പട്ടാളക്കാരുടെ പ്രോഗ്രാമാണ്. നാവികസേന, അതുപോലെ തന്നെ വേറെ ഈ കരസേന, പിന്നെ എയർഫോഴ്സ് എല്ലാവരും കൂടി ഒരു സമ്മേളനമാണ്. അപ്പോൾ അവിടെ കാറ്ററിങ് കൊടുക്കുന്നതിൻ്റെ HR ഉണ്ട്. അവർ HR ഭക്ഷണങ്ങളെല്ലാം ആൾക്കാരെ വിളമ്പിക്കഴിഞ്ഞപ്പോൾ HR വന്നിട്ട് സ്റ്റേജിൽ വെച്ചും പറയും, അവർ ലേഡിയാണ് അവർ പറയും, ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് പറയും. ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ പേരും ഫോൺ നമ്പറും എഴുതിയിടും. ഉടനെ അവളുടെ പേരും ഫോൺ നമ്പറും കുറിച്ചിട്ട് വീട്ടിൽ വന്ന് വെച്ചും വിളിക്കും, എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് ചോദിക്കും. കാര്യം മനസ്സിലായില്ലേ? ഒരു സാധനം നിങ്ങൾ കേൾക്കുമ്പോൾ ഓർക്ക് ഇതെന്ത് കോമഡിയാണെന്ന്. കോമഡി തന്നെ, പക്ഷേ ആ വിഷയം പോണത് എന്താണ്? അവൾ പറഞ്ഞിട്ട് റെഡിയാണെന്ന് പറയും. അവളവിടെ എഴുതിയിട്ടിരിക്കണ എന്താ? ബോർഡ് എഴുതിയിട്ടിരിക്കണ എന്താണ്? നിങ്ങളുടെ ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ HR ആയ എന്നെ അറിയിക്കണം. ഫോൺ നമ്പരും പേരും എഴുതും. അവൻ ആ പേരും ഫോൺ നമ്പരോട് കുറിച്ചിട്ട് വീട്ടിൽ വന്ന് വെച്ചും ആ ഫോൺ നമ്പർ വിളിച്ചിട്ട് പറയുകയും, എൻ്റെ ബയോഡേറ്റ ഇതാണ്, നിങ്ങളെ അൺമാരീഡ് അല്ലെങ്കിൽ നിങ്ങളെ മാരേജ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലെന്ന് പറയണമെന്ന് പറയും. ഉടനെ അവൾ ബയോഡേറ്റ നോക്കി ഞാൻ പറയും, എനിക്കിഷ്ടമാണ്, എനിക്ക് കുഴപ്പമില്ലെന്ന് പറയും. അപ്പോൾ അമ്മായിയമ്മ ഈ ത്രേസ്യക്കുട്ടി, എൻ്റെ മകൻ്റെ കല്യാണപ്രായമായി, അവനെ കെട്ടിക്കേണ്ട ഈശോ എന്ന് ചോദിക്കുമ്പോൾ അതിന് റെഡിയാണ് അതിന് മറുപടി പറയാം ഈശോ. അതാണ് ജൈവബന്ധം എന്ന് പറയണത്. ഉടമ്പടി എങ്ങോട്ട് പോകണം എന്നൊക്കെ പിടിയില്ല, അത്രയ്ക്ക് ഇടിവെട്ട് പോക്കാണ് പോണത്. എല്ലാം നിനക്ക് തുറന്ന്, എല്ലാം നിനക്ക് ആരോടും പറയാനേക്കാൾ സ്വകാര്യമായിട്ടും സുരക്ഷിതമായിട്ടും നിനക്ക് സംസാരിക്കാൻ വേണ്ടി നിൻ്റെ ദൈവം നിൻ്റെ കൂടെ. കൈയടിക്കട്ടെ ശ്രുതികളല്ലേ. അതിനോടുള്ള ആഴമായ വിശ്വാസത്തിലുള്ള സ്ത്രീയെ തന്നെയാണ് ഈ ഒരു പ്രത്യേക എൻ്റെ ദൈവം ഈ സാക്ഷിയൊക്കെ നിങ്ങൾക്ക് എന്ത് തോന്നണമെന്ന് നോക്കിയേ. നിങ്ങളുടെ എല്ലാ വിഷയത്തിനും ദൈവത്തിൻ്റെ മുമ്പിൽ മറുപടിയുണ്ട്. എന്ത് ചോദിച്ചാലും അതിൻ്റെ തക്ക സ്യൂട്ടബിളായിട്ടുള്ള പേഴ്സൺ, സ്യൂട്ടബിളായിട്ടുള്ള ഉത്തരം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങൾക്ക് ഒക്കട്ടെ എന്നുള്ള രീതിയിൽ ഉടമ്പടി ഉഴപ്പണം കൊണ്ടാണ് സംഭവിക്കണത്. ഉടമ്പടി എന്ന് പറയണത് വേണേൽ മറച്ചു വെക്കാം, വേണേൽ നമുക്ക് കൽപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യാം. പക്ഷേ ഉടമ്പടി ക്രാക്ക് ചെയ്യണത് വിശേഷവിദ്യയായി ചെയ്യുമ്പോഴാണ്. വിശേഷവിദ്യയായി ചെയ്യുമ്പോഴാണ് ഈ കോൾ ടു ഇൻറ്റിമസി വരണത്. ദൈവത്തിൻ്റെ ഇൻറ്റിമസിയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കണമെന്നൊക്കെ ഞങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ചുമ്മാ പുസ്തകത്തിൽ എഴുതുന്ന പുസ്തകം എഴുത്ത് തൊഴിലാളികൾ, ഞാനും പുസ്തകം എഴുതുന്ന ആളാണ്. എഴുതുന്ന ആൾക്ക് വേറെ ഒരു ലോകമാണത്. എഴുതുന്ന അല്ല പ്രശ്നം, ജീവിക്കുന്ന വേറെ വിഷയമാണത്. നിങ്ങൾ എന്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻറ്റിമസി എന്ന് പറയുന്ന സംഭവം, അതായത് ആത്മബന്ധം എന്ന് പറയണത്, ആ ബന്ധം നമ്മൾ പറഞ്ഞ ആത്മബന്ധം ഉണ്ടാക്കാൻ പറ്റത്തില്ല. യേശു കർത്താവാണെന്ന് പറയണത് മുമ്പ് ദൈവം അവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ത്രേസ്യക്കുട്ടി വേറെ ഒരു പരിപാടി ചെയ്യും. ത്രേസ്യക്കുട്ടി കർത്താവിനെ പറയും, മകൻ്റെ കല്യാണമൊക്കെ വന്നിട്ടുണ്ട്, വീടൊക്കെ കുളമായി കിടക്കണമെന്ന് പറയും. മകൻ്റെ കല്യാണം സെറ്റായി, പക്ഷേ വീട് പോക്കാണ്, പഴയ വീടാണ്, മതിലും കെട്ടിയിട്ടില്ല. അപ്പോൾ മതിൽ കെട്ടാൻ വേണ്ടി ലോൺ അനുവദിച്ച് കിട്ടും. ലോൺ അനുവദിച്ച് കെട്ടി മോളി വരും,
ഫ്രണ്ടിൽ വരുമ്പോഴുണ്ട് നാട്ടുകാരെല്ലാം കൂടി തേസിക്കൂട്ടി വടിവാളൊക്കെയായിട്ട് വരും. എന്താണ്? അതിർത്തി തർക്കമാണ്. ഫ്രണ്ടിൽ കെട്ടിക്കത്തില്ല. ഫ്രണ്ടിൽ കെട്ടിക്കാത്ത പുള്ളിക്കാരത്തി കുലുങ്ങിയില്ല. ആൾക്കാരെല്ലാം കൂടി 21 പേർ കൂടി ചെയ്ത് മാസ് പെറ്റീഷൻ എഴുതിക്കൊണ്ട് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കൊടുത്ത് തെസിക്കുട്ടി ആ പെറ്റീഷൻ കൊണ്ട് ആൾക്കാർ പോയി. എന്താ ചെയ്ത്? ഇവർ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി അവിടെ മുഴുവനും വിശ്വാസപ്രമാണം ചെല്ലി തളിച്ച് അതിർത്തെ. ഇവിടെ ഉപ്പ് തളിച്ചുള്ള ഗുണം എന്താ? ഇനി എനിക്ക് ഭർത്താവ് മരിച്ച ആളാണ്, എൻ്റെ ഒരു ആമകനാണ് ഉള്ളത്, അവനെ കൊണ്ട് കൊല കൊടുക്കാൻ എനിക്ക് കഴിയില്ല. ഉടമ്പടി കാശ് ഒരു വാനം പെട്ടി ഒന്ന് അളന്നു കൊടുത്തിട്ട് ഇഞ്ചെന്ന് പറയണത് ഉടമ്പടിയിൽ ഒന്ന്. അതായത് നിങ്ങൾക്ക് ഉടമ്പടി ഏതെങ്കിലും വിധത്തിൽ ക്രാക്കാകുന്നില്ലെങ്കിൽ അത് എക്സിക്യൂഷൻ്റെ പ്രശ്നമാണ്. നിങ്ങളത് പ്രയോഗിച്ചിരിക്കുന്ന രീതി വന്നിരിക്കുന്നതാണോ? നിങ്ങൾക്ക് ഒന്നാമതല്ലേ ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ആ ക്ലാസ്സൊക്കെ എടുത്തപ്പോൾ അവിടെ നിന്ന് ഉറക്കം തൂങ്ങിയ പാർട്ടിയാണെങ്കിൽ കുഴപ്പമുണ്ടാക്കിയിരിക്കണേ. ഉടമ്പടിക്ക് ബാധ്യതയെ മാറിയിരിക്കണത് ആ മോളിൽ ക്ലാസ് എടുത്ത സമയത്ത് ഉറങ്ങിയ ആൾക്കാരും ഉടമ്പടി ധ്യാനം അപ്ഡേറ്റ് ആയിട്ട് കൂടാത്ത ആൾക്കാരുമാണ് ഉടമ്പടിക്ക് ബാധ്യത. ഉടമ്പടി വൃത്തിമേനമായിട്ട് ചെയ്തിരിക്കുന്നവരെ, വിശേഷവിധിയായി ഉടമ്പടി ചെയ്യുന്നവരെ, ഉടമ്പടിയായിട്ട് ജീവിക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എംപവറാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും അവരുടെ ദൈവം അവരുടെ ഇവർക്ക് എന്തെല്ലാം വിഷയങ്ങളാണ് ഉണ്ടാകണമെന്ന് നോക്കി. ആ വിഷയങ്ങളെല്ലാം അവർ നിർവഹിക്കുന്ന രീതികൾ കണ്ടില്ലേ? അത് അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്യും, അല്ലെങ്കിൽ ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം നേരിട്ട് ചെയ്യും. ഉപ്പൊക്കെ നമുക്ക് എല്ലാവരും കൊണ്ട് ഉപ്പൊക്കെ ഇടുന്നുണ്ട്, അത് കഥയൊന്നുമില്ല. നിങ്ങൾക്ക് ബന്ധമില്ലാത്തതിന് ഉപ്പിടാനൊന്നും പോകരുത്. ബന്ധമാണ് ഇതിനൊക്കെ എല്ലാം പ്രശ്നം. ദൈവമായിട്ട് വിശ്വാസം നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വാസം പ്രഖ്യാപിക്കാം, വിശ്വാസം പ്രയോഗിക്കാം. ആ വിശ്വാസം പ്രയോഗിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഉടമ്പടിയിലെ ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തിന് വേണ്ടി ജീവിച്ച്, ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രഖ്യാപിച്ച്, ദൈവത്തിൻ്റെ വചനങ്ങൾ ആൾക്കാർ പങ്കിട്ട് കൊടുത്ത് ആൾക്കാർക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഗ്രീൻ ചാനലിലേക്ക് വരണം. എന്നാൽ പിന്നെ എല്ലാം വർക്കൗട്ട് ചെയ്യും. ഞാൻ ഉടമ്പടി പുതുക്കണമെന്ന് നിങ്ങളോട് പറയുമ്പോഴേ, ഉടമ്പടിയുടെ പ്രാരംഭകാലത്ത് എവിടെയെങ്കിലും ഒരു അറിവില്ലായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുതുക്കാൻ വേണ്ടിയാണ് പറയണത്. അത് പുതുക്കിയിട്ട് നിങ്ങൾ ഉടമ്പടിയുടെ പുതിയ എവിടെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത് അത് തെറ്റ് തിരുത്തിയിട്ട് മുമ്പത്തേക്കാൾ സ്നേഹത്തോടെ, മുമ്പത്തേക്കാൾ വിശ്വാസത്തോടെ, മുമ്പത്തേക്കാൾ പ്രത്യാശയോടെ ദൈവവുമായിട്ടുള്ള ആഴമായ ആത്മബന്ധത്തിലേക്ക് നിങ്ങൾ ഉടമ്പടി പുതുക്കാനാണ് പറയണത്. അല്ലാതെ അവിടെ കൊണ്ട് കുറിപ്പിച്ച് 10 മേടിച്ചിട്ട് പോണ ഏർപ്പാടല്ല. സാക്ഷ്യം പറയാൻ പോലും നിൽക്കണില്ലല്ലോ ആൾക്കാർ. സാക്ഷ്യമുണ്ട്. അവിടുത്തെ ആൾക്കാർ ചോദിക്കുമ്പോൾ മോളിൽ ഇരുന്ന് ചോദിക്കുമ്പോൾ സാക്ഷ്യമില്ല. സാക്ഷ്യമുണ്ട്, പക്ഷെ നിൽക്കാൻ അറിയില്ലെന്നും. ദൈവത്തിന് അറിയാവില്ല. നിങ്ങൾക്ക് അവസരം തന്നിട്ട് നിങ്ങൾക്ക് ഉള്ളുകൊണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി ആൾക്കാരോട് ഇടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചാൽ അവർക്ക് സാക്ഷ്യം പറയാനുള്ള അഭിഷേകമുണ്ട്. അവർക്ക് ചെറുതാണെങ്കിൽ എൻ്റെ കർത്താവിനെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ആ ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം ഇല്ലാത്തവർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരോട് സാക്ഷ്യം പറയാൻ പോകുമ്പോൾ വണ്ടിക്കാർ വിളിക്കണം എന്ന് പറയും. എന്താ കാര്യം? ദൈവത്തിനെ പറ്റിച്ചു പോവുകയാണ്. എന്താ കാര്യം? അവന് ദൈവം അനുഗ്രഹിച്ചതാണ്, അവളെ ദൈവം അനുഗ്രഹിച്ചതാണ്. അവൾക്ക് ദൈവത്തെക്കാൾ പ്രാധാന്യം, സാക്ഷ്യം ദൈവത്തിൽ പരിവർത്തന പ്രാധാന്യം വേറെ ആരോ ആണ്, വേറെ എന്തോ ആണ്. എന്നാൽ എനിക്കൊന്നും പറയാനില്ല. പറയാനുള്ളവർ പറയേണ്ട സമയത്ത് കർത്താവ് പറയേണ്ട പോലെ പറഞ്ഞോളൂ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ താലന്തുകൾ വ്യക്തിബന്ധി എന്നതിനേക്കാൾ ഉപരി അത് മോർ റീസണബിളായി വരണത് വിഷയബന്ധിയാകുമ്പോഴാണ്. കർത്താവ് ഒരു വ്യക്തിക്ക് തന്നെ ചില കാര്യങ്ങൾക്ക് 5, ചില കാര്യങ്ങൾക്ക് 2, ചില കാര്യങ്ങൾക്ക് 1 താലന്തുമാണ് കൊടുക്കുന്നത്. ത്രേസ്യക്കുട്ടിക്ക് 1 താലന്തുള്ളത് 2 മേഖലയിലാണ്. ഒന്ന്, അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവിടെ ഭർത്താവ് മരിച്ചു. കുടുംബജീവിതത്തിൽ അവർക്ക് 1 താലന്തേ ഉള്ളൂ. അവർ മണ്ണിപ്പൂത്തി വെച്ചില്ല. ഇതിൻ്റെ ദുർവിധിയാണെന്നും പറഞ്ഞുകൊണ്ട് ആ കിട്ടിയ കുഞ്ഞുങ്ങളെ വളർത്തി ദൈവത്തിൽ ആശ്രയിച്ച് അവളത് 1 10 എടുക്കണ കാണാം നമ്മൾ.
വിശ്വാസമുള്ളൊരു മകനെ സൃഷ്ടിച്ചുകൊണ്ട് വിശ്വാസമുള്ള മകൻ കൂടി ത്രേസ്യക്കിലൂടെ കൂടെ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുന്നത് കേൾക്കാൻ മനോഹരമാണ്. പക്ഷെ അത് ഒരു താലന്തായിരുന്നു. ത്രേസ്യക്കൂടി വളർത്തിയെടുത്ത 10 താലന്താണത്. ആ ഒരു താലന്തിൻ്റെ കഥ പറയുമ്പോൾ കർത്താവിനെ കൂടി ചേർത്തുകൊണ്ട് വലതുവശത്തൊരു 0 ചേർത്ത് അത് 10 ആക്കി എടുക്കാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഭർത്താവ് മരിച്ചെങ്കിൽ അത് തളർന്നില്ല. ഒരു താലന്ത് പിന്നെ ഉള്ള ആരോഗ്യ മേഖലയിലാണ് ത്രേസ്യക്കുട്ടിക്ക്. കാര്യം മൂത്രത്തിലൂടെ അൽബീമിൻ ആ പ്രോട്ടീൻ ലീക്ക് ചെയ്തിട്ട് മൂത്രത്തിൽ പതയാണ്. അത് കിഡ്നി കംപ്ലൈൻ്റാണ്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഒരു താലന്തേ ഉള്ളു. ഈ ഒരു താലന്തിനെ 10 ആക്കി എടുക്കണത് ത്രേസ്യക്കുട്ടി ഉടമ്പടി ചെയ്തുകൊണ്ടാണ്. ഉടമ്പടി ചെയ്തിട്ട് ഈ കിഡ്നിയുടെ അസുഖം എന്നെ കാണിക്കുമ്പോൾ, അവിടെ ഓഫീസിൽ കാണിക്കുമ്പോൾ ചീട്ട് കിട്ടും. ചീട്ട് കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ത്രേസ്യക്കുട്ടി തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കയ്യിരിക്കുന്ന സൈത്തിൽ ത്രേസ്യക്കുട്ടി കൈ മുക്കിയിട്ട് ബാത്റൂമിൽ പോയിട്ട് അത് വയറിൽ പുരട്ടിക്കൊള്ളാൻ പറയും. അന്ന് രാത്രി പദം നിൽക്കും. അന്ന് രാത്രി കിഡ്നി സുഖപ്പെടും. 15 കൊല്ലമായിട്ടുള്ള കിഡ്നിയുടെ പ്രോട്ടീൻ പോണതാണ് ഒറ്റ ഉടമ്പടി കൊണ്ട് കർത്താവ്. അതായത് അപ്പോൾ അത് നിങ്ങളത് മനസ്സിലാക്കേണ്ടത്, ആ ഒരു താലന്ത് എനിക്ക് കിഡ്നി രോഗമാണ്, എനിക്ക് ഭർത്താവില്ല, എനിക്ക് കിഡ്നി രോഗമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അളിഞ്ഞ മോന്തമായിട്ട് വീട്ടിൽ ഇരിക്കുകയല്ല. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഇതുങ്ങൾ ഞാൻ എങ്ങനെ വളർത്തിയതെന്ന് ദൈവത്തിന് പോലും അറിയാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം പഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയല്ല. ആ ഒരു താലന്തുള്ളതെല്ലാം ഇവൾ 10 ആക്കി എടുക്കും. അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വിശ്വാസം പ്രാർത്ഥനയാക്കി, വിശ്വാസം പ്രഖ്യാപിച്ചു, വിശ്വാസം പ്രയോഗമാക്കും. അതാണ് ഉപ്പ് കാശിരുവൊക്കെ വിശ്വാസം പ്രയോഗമാക്കലാണ്. പക്ഷെ പ്രയോഗമാക്കുന്നതിന് മുമ്പ് നിങ്ങളത് പ്രാർത്ഥനയും പ്രഖ്യാപനവും ആക്കണം. പ്രഖ്യാപനം വിശ്വാസം ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ, പിന്നെ കൗദാസിക ജീവിതത്തിലൂടെയാണ് വിശ്വാസം പ്രാർത്ഥനയാക്കി മാറ്റുന്നത്. വിശ്വാസം പ്രഖ്യാപനമാക്കുന്നതിനാണ് നിങ്ങൾ രോഗികളെ പോയി കാണുന്നതും പത്രങ്ങൾ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ മറ്റുള്ളവരെ അറിയാത്തവരെ അറിയിക്കുന്നതും. വിശ്വാസം പ്രയോഗിക്കുന്നതാണ് ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവും ഉടമ്പടി ഉപ്പവും. അപ്പോൾ ഇതെല്ലാം വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് ഇതിലൂടെയെല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവുമായിട്ട് നിങ്ങളെ ഒരു ആത്മബന്ധം ഉണ്ടാക്കുകയാണ്. ഇത് പരസ്യമായ മേഖലയിലാണ് ഇത് വർക്ക് ചെയ്യാൻ നല്ലത്. അപ്പം അത് മറ്റു മനുഷ്യരുണ്ടാകണം. മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ, അപ്പോൾ എന്ന് വെച്ചാൽ നിത്യത വരെ ഏറ്റുപറയാവുന്നതാണ്. ഈ ഭൂമി മാത്രമല്ല, മനുഷ്യരുടെ മുമ്പിലാണ് നിങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കണമെങ്കിൽ നിത്യത വരെ ഞാൻ നിങ്ങളെ ഏറ്റുപറയുമെന്നാണ് പറയുന്നത്. അതെല്ലാം നടപ്പിലാകുന്നത് ഉടമ്പടിയിലൂടെയാണ്. ഉടമ്പടി പ്രയോഗം, ഉടമ്പടി പ്രഖ്യാപനം, ഉടമ്പടി പ്രാർത്ഥനയിലൂടെയാണ്. അതുകൊണ്ട് ആർക്കും വിശ്വസിക്കാം, ആർക്കും പ്രഖ്യാപിക്കാം, ആർക്കും പ്രാർത്ഥിക്കാം. അതിന് ക്രിസ്ത്യനാകണമെന്നൊരു നിർബന്ധമില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും സാക്ഷ്യം പറയാൻ പറ്റുന്നത്. പക്ഷേ ആ വിശ്വാസം അനുഷ്ഠിക്കുന്ന വിശുദ്ധിയും അതുപോലെ തന്നെ വിശ്വാസ കൈമാറ്റവും വിശ്വാസ പ്രയോഗവും വിശ്വാസ പ്രഖ്യാപനവും നിലനിർത്താൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, കൈ നെഞ്ചത്തെ സ്വസ്തിക പോലെ ചേർത്ത് നമുക്ക് ഹോൾ ബോഡി പുതിയ എല്ലാ ജീവിതവും കർത്താൻ സമർപ്പിക്കാം. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വ്യത്യസ്തങ്ങളായ ഡേറ്റുകൾ. മനുഷ്യൻ്റെ ജീവിതം തന്നെ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ടല്ലേ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ സമയത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമാണ്. ചില ഡേറ്റുകൾക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ചില ഡേറ്റുകൾക്കുള്ളിൽ വിസ വരണം, അല്ലെങ്കിൽ പരീക്ഷ എഴുതാനോ പഠിക്കാനോ പറ്റത്തില്ല. ചില ഡേറ്റുകൾക്കുള്ളിൽ നമ്മുടെ ചിട്ടി വീഴണം, അല്ലെങ്കിൽ നമ്മുടെ പറമ്പ് കൊണ്ട് കണ്ടുപോകാൻ പോകും, ജപ്തിയായി പോകും. എല്ലാം ഡേറ്റിലാണ് നിൽക്കുന്ന ജീവിതം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ സമയത്തിൻ്റെ മാതാവ്, സഞ്ചാരി മാതാവ് എന്ന അമ്മയെ വിളിക്കുന്ന കാര്യം അതാണ്. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, സമയത്തിന്റെ മാതാവേ, സഞ്ചാരി മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രത്യേക തീയതികളെ ആ
തീയതികളിലെ നടക്കേണ്ട കാര്യങ്ങള് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവിനെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യാത്രകള്, ഞങ്ങളുടെ പഠനങ്ങള്, ഞങ്ങളുടെ ജോലികള്, ഇന്റർവ്യൂകള്, ടെസ്റ്റുകള്, പരീക്ഷാ ഫലങ്ങള്, സ്ഥല വിൽപ്പനകള്, വിവാഹം, ഗർഭധാരണം, പ്രസവം, സ്ഥലം കൈമാറ്റങ്ങള്, സ്ഥലം മാറ്റങ്ങള്, അങ്ങനെ ജീവിതത്തോട് ബന്ധപ്പെട്ട സാമ്പത്തിക മേഖലകള്, സർക്കാരിന്റെ മേഖലകള്, യാത്രാ മേഖലകള്, എല്ലാ മേഖലകള് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴേ എല്ലാ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മുട്ടയിൽ നിന്ന് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന പ്രാർത്ഥനകള് ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കണേ. കുഞ്ഞുങ്ങളുടെ രോഗങ്ങള്, ഗർഭിണികളുടെ രോഗങ്ങള്, കൂടെ കൂടെ അബോർഷൻ സംഭവിക്കുന്ന അവസ്ഥകള്, വിവാഹം ഒത്തുവരാത്ത അവസ്ഥകള്, കോടതികളിൽ കേസായിരിക്കുന്ന വിവാഹങ്ങൾ, വിവാഹം പിരിയാൻ വേണ്ടി കള്ളക്കേസ് കൊടുത്തിരിക്കുന്നവർ, അന്യൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് രഹസ്യമായിട്ട് ജീവിക്കുന്നവർ, സ്വന്തം ജീവിത പങ്കാളിയോടും കുടുംബത്തോടും കുഞ്ഞുങ്ങളോടും വിശ്വസ്ത പുലർത്താത്ത സാഹചര്യങ്ങൾ, തിന്മയുടെ ദുശ്ശീലങ്ങളുള്ളവർ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട, കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ജുട്ട് നേരിടുന്ന പറമ്പുകൾ, വിൽക്കാനുള്ള പറമ്പുകൾ, വീട് സ്ഥലം പോലും ഇല്ലാത്തവര്, വീട് സ്ഥലവും ഇല്ലാത്തവര്, കേസിൽ അകപ്പെട്ടിരിക്കുന്നവര്, അന്യായമായ അല്ലാതെയും കേസുകളിൽ അകപ്പെട്ടിരിക്കുന്നവര്, എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എല്ലാവർക്കും സാക്ഷ്യം പറയാൻ ഇടയാക്കണമെന്ന് മക്കളെ പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിക്കട്ടെ, ലലിയ കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, അതിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലമില്ലാത്തവർ, വീട് സ്ഥലമില്ലാത്തവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, മക്കളില്ലാത്തവർ, പര്യാവർത്തകന്മാർ തമ്മിൽ പിരിയുന്നവർ, ദുശ്ശീലങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ, എല്ലാവരും കഷണ്ടിയായിട്ടുള്ളവർ, കർത്താവ് ശരീരം ക്ഷീണിച്ചത് കൊണ്ടും പണമില്ലാത്തത് കൊണ്ടും രോഗം വന്നു പോയത് കൊണ്ടും കല്യാണം ഒത്തുവരാത്തവർ, അങ്ങനെ എല്ലാവരും കർത്താവ് സമ്പത്ത് കിട്ടാനോടൊന്നും കിട്ടാത്തവർ, സമ്പത്ത് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നവർ, സമ്പത്ത് പറ്റിക്കപ്പെട്ടിരിക്കുന്നവർ, എല്ലാവരും സമർപ്പിക്കുന്ന കർത്താവ്, ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകട്ടെ. വീട് സ്ഥലവും നിർമ്മിതിയിലിരിക്കുന്നവർ കർത്താവ്, നിർമ്മിതി വീട് സ്ഥലം പണിതിട്ട് ഇടയ്ക്ക് വെച്ച് നിന്ന് പോയവർ, വിദേശത്ത് പോകാനുള്ളവർ, വിദേശത്ത് വരാനുള്ളവർ, കർത്താവ് വരാൻ പറ്റാത്തവർ, നിയമ തടസ്സമുള്ളവർ, എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഇവിടെ വരെ നിങ്ങൾ ഈ ധ്യാനം കൂടുമ്പോൾ തന്നെ ധ്യാനം ഷെയർ ചെയ്യണം. എപ്പോൾ ധ്യാനം കൂടിയാലും എപ്പോൾ സാക്ഷ്യം കേട്ടാലും നിങ്ങൾ അപ്പം തന്നെ പ്രേക്ഷിത വേല പരസ്യമായിട്ട് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വാട്സപ്പിലാണെങ്കിലും ഇത് ഷെയർ ചെയ്യണം. വാട്സപ്പ് ഗ്രൂപ്പുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കർത്താവിന് അറിയാത്തത് അറിയട്ടെ. നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്ന ഒത്തിരി പേരുണ്ട്. വലിയ ദൈവാനുഗ്രഹമാണത്. അതുപോലെ തന്നെ പുതിയ പുതിയ കണ്ടൻറ്റുകളെ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പ് ചെയ്യുന്ന റീൽസ് ഇടുന്നവരുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് റീൽസ് ഇടുന്നവർ, വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നവർ, വാട്സപ്പിലൂടെ കൃപാസനം പ്രചരിപ്പിക്കുന്നവർ, ധ്യാനത്തേക്ക് ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കുന്നവർ, എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെ, അവരുടെ ക്യാമറയെ, അവരുടെ സന്മനസ്സിനെ, അവരുടെ സമർപ്പണത്തെ കർത്താവിൻ്റെ കൃപയാൽ അഭിഷേകം ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നിന്നെ പ്രചരിപ്പിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പോൾ സമാപന ആശീർവാദം. കൈകൾ കൂപ്പി ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് നമ്മളെ ഒരുക്കുന്ന വലിയ പാഠശാലയായ കൃപാസനത്തിലേക്ക് മരിയൻ ഉടമ്പടി വഴി നമ്മളെ ക്ഷണിച്ച ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ഈശോയെ നിൻ്റെ നാമത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവപിതാവിനെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുടെ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,